അറിയുന്നവനാണ്, നിയമം നടപ്പാക്കേണ്ടവനാണ്, നിയമം പാലിക്കേണ്ടവനാണ്, നിയമപാലകനായ പോലീസാണോ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു സാധാരണക്കാരനെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യേണ്ടത്? സാധാരണ ട്രാഫിക് പ്രശ്നം ഉണ്ടായി എന്താ ചെയ്യാ? നമ്മളൊരു പിഴ അടപ്പിക്കും അല്ലേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു വാർണിംഗ് കൊടുക്കും, ഒരു പിഴ അടപ്പിക്കും. ഇതൊക്കെ സാധാരണ സംഭവിക്കണതാ. എന്തേ അങ്ങനെ ചെയ്യാതിരുന്ന്? പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാത്രി വരണം, അല്ലെങ്കിൽ നാളെ രാത്രി വരണം, വന്നില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് SIയുടെ മുന്നിൽ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്ത് നിങ്ങൾ ചെയ്ത് തെറ്റായെന്ന് ഓർമ്മിപ്പിച്ച് ഇതിന് പ്രതിഫലമായി പിഴയടയ്ക്കണമെന്ന് പറയാമായിരുന്നു. അദ്ദേഹം ഒരു കുറ്റവാളിയല്ല, അദ്ദേഹം ആരും പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല, അദ്ദേഹം ആരാന്റെ ഭാര്യയെ ചാടിച്ചു കൊണ്ടുവന്നിട്ടില്ല, കൊല്ലത്ത് നടക്കുന്നത് പോലെ ആരാന്റെ കുഞ്ഞിനെ കാറി കയറ്റി കട്ട് കൊണ്ടുപോയിട്ടില്ല, കട്ട് കൊണ്ടുപോകുന്നവന് കൂട്ടു നിന്നിട്ടില്ല ഹരീഷ്. അദ്ദേഹം സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല, സ്വർണം പൊട്ടിക്കാൻ പോയിട്ടില്ല, അദ്ദേഹം അനധികൃതമായി മാസപ്പടി വാങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് വാങ്ങിച്ചതുപോലെ മാസപ്പടി വാങ്ങിക്കാൻ ഹരീഷ് പോയിട്ടില്ല. ഹരീഷ് ശിവശങ്കറിന്റെ സരിതയുടെയും കേസിൽ ഇടപെട്ടിട്ടില്ല. ഹരീഷ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സാധാരണക്കാരനാണ്. ഹരീഷ് യാത്ര ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ തെറ്റ്. ഓണത്തലേന്ന് ശമ്പളം വാങ്ങിച്ച് മകളെ ആസ്പത്രി കൊണ്ടുപോകാൻ അദ്ദേഹം ഈ റോഡിൽ കൂടെ അല്ലാണ്ട് ഏത് കൂടിയെ പോവുക? വയ്യാത്ത കുട്ടീനെ കാറിലല്ലാണ്ട് എങ്ങനെയാ കൊണ്ടുപോവുക? അപ്പൊ ഈ പോലീസ് ഏമാൻ എന്ന് പറയുന്ന മറ്റേ വ്യക്തി അദ്ദേഹം ചൊറിഞ്ഞ് 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 വ്രണമാക്കിയതാണ് ഈ പ്രശ്നം. അദ്ദേഹത്തിന് ആദ്യമേ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കാതെ പറയാമായിരുന്നില്ലേ? മോനെ പറയണ വാക്ക് നമുക്കറിയാലോ ഇല്ലേ? പോലീസുകാർ വിളിക്കുന്ന ഭാഷ നമുക്കറിയാം. ഞാൻ പറയുമ്പോ പറയും മോനെ ദിനേശ ഞാനൊരു പോലീസുകാരാണ്, നീ ഏറെ കളിക്കണ്ട, അത്രയും പറഞ്ഞ പോരെ? കാര്യം മനസ്സിലാവില്ലേ? ഞാൻ പട്ടാമ്പി കോളേജിലെ വൈസ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ BJP സ്റ്റേറ്റ് പ്രസിഡന്റ്. പക്ഷെ ഇപ്പോഴും എന്നോട് കളിക്കണ്ടോ എന്ന് ഏത് സാധാരണ പോലീസുകാരൻ പറഞ്ഞാലും ഞാൻ കേൾക്കും. കാരണം അവർക്ക് പവറുണ്ട്, അധികാരമുണ്ട്, ഏത് കള്ളക്കേസിലും കൊടുക്കാം, ഏത് കള്ളക്കേസിലും കൊടുക്കാം. അത് തന്നെയാണ് ഇന്ന് ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ SIയുടെ നേതൃത്വത്തിലെ കിരാതമുറയിലൂടെ നമുക്ക് വ്യക്തമായത്. ഈ പോലീസുകാരൻ ആദ്യം പറയും ഇത്രയും ചെറിയൊരു പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്ത് SIയെയും പരിവാരങ്ങളെ 4 പേരെ അടിക്കാൻ, പിന്നെ ഒരു ഡ്രൈവർ അടിക്കാൻ, ഇവരെയൊക്കെ കൊണ്ടുവന്ന് പ്രൈവറ്റ് വണ്ടിയിൽ വന്ന് ഈ മനുഷ്യനെ വണ്ടിയിൽ കയറ്റി ഇടിച്ച് ചമ്മന്തിയാക്കുക. പോലീസുകാർക്ക് ഇപ്പൊ ഈ പിണറായി വന്നതിന് ശേഷം നട്ടല് വാഴപ്പിന്റെ പ്രശ്നമില്ല, അവന്റെ നട്ടല് പൊട്ടില്ല. കാരണം നട്ടല് വളച്ച് പിണറായിയുടെ മുന്നിലും ബസ് സ്റ്റാൻഡിന്റെ മുന്നിലും വളച്ച് ഒരു പരുവായിട്ടുണ്ട് പോലീസുകാരന്റെ നട്ടല്. ഒരുവിധം നട്ടലുള്ളവരൊക്കെ ഏതാണ്ട് വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ നട്ടല് വളരെ സ്വഭാവം നാട്ടുകാർക്കില്ലേ? നാട്ടുകാരന് നട്ടലില് പോലീസുകാരൻ കൈവച്ച് അത് ക്ഷത സംഭവിക്കും. അവന്റെ നിവർന്ന നട്ടല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇടിച്ച് ചമ്മന്തിയാക്കിയപ്പോ ഹരീഷിന്റെ നട്ടലിന് പൊട്ടുണ്ട്, ക്ഷതമുണ്ട്, 1ഉം 2ഉം അല്ല. അത് കണ്ടുപിടിക്കാൻ പോലും പോലീസുകാര് ആ ആസ്പത്രിയിലെ ഡോക്ടർമാരോട് പറയാണ് പാടില്ല, നിങ്ങൾ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാക്കരുത്. എന്നും കള്ള റിപ്പോർട്ട്, കള്ള FIR, കള്ള മെഡിക്കൽ റിപ്പോർട്ടിന് പേര് കെട്ടവരാണ് കള്ള പോലീസുകാര്. നല്ല പോലീസുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്യാറുണ്ട്, കള്ള FIR ഇടാറുണ്ട്, ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷെ ആസ്പത്രിയിലെ ഡോക്ടർമാരെ കൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളൊക്കെ. കൊല്ലം ജില്ലയും കൊട്ടാരക്കരയൊക്കെ നേരത്തെ വളരെ പ്രശസ്തമാണ് പോലീസുകാരുടെ കാര്യത്തിൽ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ നേരത്തെ കുപ്രസിദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കുപ്രസിദ്ധം.